അടുത്തത് നോക്കി, റെസിസ്റ്റൻസ് ആർ, കപ്പാസിറ്റൻസ് സി, ഇൻഡക്റ്റൻസ് എൽ. മക്കളെ ഈ മൂന്ന് ആൾക്കാരുടെയും എല്ലാവരും കാണാൻ പഠിക്കുന്നതാണ്. നമ്മൾ കാണാൻ പഠിക്കുകയല്ല, ഏറ്റവും സിമ്പിൾ ഇക്വേഷനിൽ നിന്നും ഈ മൂന്ന് ആൾക്കാരെ എങ്ങനെ ഡിറൈവ് ചെയ്യാം. ഈ മൂന്ന് ആൾക്കാരെ ഞാൻ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എനർജി വെച്ചാണ്. എനർജിയുടെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് ആൾക്കാരെയും ഡിറൈവ് എടുക്കാം. എങ്ങനെ ഡിറൈവ് ചെയ്യും കാണിച്ചു തരാം. അവിടെ എങ്ങനെ ഡിറൈവ് കാണിച്ചു തരാം. റെസിസ്റ്റൻസ് നമുക്കറിയാം, H ഈസ് ഈക്വൽ ടു പറഞ്ഞേ I²RT. കപ്പാസിറ്റൻസ് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു, ശരിയാണോ, എനർജി വിച്ച് ഈസ് ഈക്വൽ ടു Q² ഡിവൈഡ് ബൈ 2C. ഇൻഡക്റ്റൻസ് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ½ LI². ശരിയാണോ മക്കളെ? ഓക്കെ. സോ നമുക്ക് ഇവിടെ യു എന്ന് പറയാം. എല്ലാം പൊട്ടൻഷ്യൽ ഫോമിലാണ് എനർജി എന്ന് പറയാം. ഓക്കെ ആണോ? ഇത് ഹീറ്റ് എനർജി, എന്താണ് എനർജി. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞേ R which is equal to എന്നാ പറയുമോടാ, R which is equal to H divided by I²T. ശരിയാണോ? R which is equal to H divided by I²T. ഡയമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനർജിയാണ്, ഹീറ്റ് എനർജിയാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്താണ്, mL²T⁻² ആണ്, ഡിവൈഡ് ബൈ കറണ്ടാണ്. കറണ്ട് ഡയമെൻഷൻ A ആണ്, A². പല കുട്ടികളുമാണെങ്കിൽ ഇത് ചെയ്യുവാൻ തെറ്റിക്കും. കറണ്ട് എന്ന് തന്നെ അവർ പെട്ടെന്ന് ചാർജിന് ഡയമെൻഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ഇത് ചാർജ് അല്ല, കറണ്ടാണ്. കറണ്ട് ഡയമെൻഷൻ എന്താണ്, അതൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, A². മനസ്സിലായോ? ശരി. ഇനി എന്താണ് T. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കടാ മക്കളെ, ഇവിടെയാണെങ്കിൽ M നമ്മൾ അതുപോലെ എഴുതി, L² അതുപോലെ എഴുതി, T⁻³ ആയി, A⁻² ആയി. സോ സിമ്പിൾ. ആരെ കണ്ടുപിടിച്ചു നമ്മൾ? റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിൽ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. അതുപോലെ പറഞ്ഞു തന്നേടാ, അതുപോലെ പറഞ്ഞു തന്നേ വേണ്ട, വരുന്നുണ്ട്. കപ്പാസിറ്ററിനെ പറഞ്ഞു തന്നേ, കപ്പാസിറ്റർ C which is equal to 2ൻ്റെ ആവശ്യമില്ല, C which is equal. ഇതിൻ്റെ ഡയമെൻഷൻ പറയാൻ പോവുകയാണ്, കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ പറയാൻ പോവുകയാണ്. Q², ചാർജിൻ്റെ സ്ക്വയർ. ഇവിടെ Q എന്താണ്, ഹീറ്റ് ഒന്നും അല്ല, ചാർജാണ്. Q ചാർജാണ്. Q² ഡിവൈഡ് ബൈ എനർജി. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. Q² ചാർജിൻ്റെ സ്ക്വയർ. Q എന്ന് പറഞ്ഞാൽ എനർജി അല്ല, ഹീറ്റ് എനർജി ആണോ? അല്ലല്ല, Q എന്ന് പറഞ്ഞാൽ ചാർജാണ്. സോ ചാർജിൻ്റെ സ്ക്വയർ, ചാർജ് എന്ന് പറഞ്ഞാൽ AT ആണ്, അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഇതെന്താണ്, എനർജിയാണ്, mL²T⁻². ശരി, ഇത്രയും മനസ്സിലായോടാ? വിച്ച് ഈസ് ഈക്വൽ ടു m⁻⁻1, L⁻², T⁻² എത്രയാണ്, 4 ആവുമടാ, A² വരും. മനസ്സിലായോടാ മക്കളെ? കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷൻ ഇങ്ങനെ കിട്ടും. അതുപോലെ പറഞ്ഞു തന്നേ ഇൻഡക്റ്റൻസ്. വീഡിയോ പോസ്റ്റ് ചെയ്തേ, സ്വന്തമായി പെട്ടെന്ന് പറഞ്ഞേ ഇൻഡക്റ്റൻസ് ഡയമെൻഷൻ എങ്ങനെയായിരിക്കും വരുന്നേ? നിങ്ങൾ പറയും സാർ സിമ്പിൾ, ഇൻഡക്റ്റൻസ് L which is equal to, നമ്മൾ ഹാഫൊക്കെ വിട്ട് കളഞ്ഞേക്കുക, U ഡിവൈഡ് ബൈ I²ൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ഞാൻ പറഞ്ഞു ശരി മക്കളെ. സോ യു എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പൊട്ടൻഷ്യൽ, എനർജിയാണ് അല്ലേ? യു എന്ന് പറഞ്ഞാൽ എനർജിയാണ്. സോ mL²T⁻² ഡിവൈഡ് ബൈ I² എന്നാൽ A² അല്ലേ? ഇതെന്താണ്? I ആണ്, കറണ്ടാണ്, കറണ്ട് സ്ക്വയർ. ഇത് മൂലി വരട്ടെ, അപ്പം എങ്ങനെ വരും? mL²T⁻², A⁻². മനസ്സിലായോടാ? സിമ്പിൾ അല്ലേടാ മക്കളെ? സോ സിമ്പിൾ. കുഞ്ഞിക്കാര്യം അല്ലേ? നമുക്ക് നമ്മൾ റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും ഡയമെൻഷൻ എനർജി ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഏറ്റവും സിമ്പിളസ്റ്റ് മാർഗ്ഗമാണ് എനർജി ഫോർമുല. നിങ്ങൾ ബാക്കി ഏത് ഫോർമുല നോക്കിയാലും ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ ആണോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഭാഗം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B which is equal to, നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാതെ പറയാം, F is equal to B
BIL sin തീറ്റ. സൈൻ തീറ്റ ഡയമെൻഷൻ ഇല്ലാത്തതാണ്, വിട്ടേക്കും. F is equal to BIL. ഇത്രയും മതി, നമുക്ക് സൈൻ തീറ്റ വേണ്ട, കാര്യം സൈൻ തീറ്റയ്ക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. ശരി. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയുമ്പോടാ, നിങ്ങൾ പറയാം സാർ ബി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ഐ എൽ എന്ന് പറയും. സോ ഡയമെൻഷൻ പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും, എഫ് എന്ന് പറഞ്ഞാൽ ML(T⁻²) ആണ്, ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ എ ആണ്, എൽ എന്ന് പറഞ്ഞാൽ എൽ ആണ്. എല്ലും എല്ലും ക്യാൻസൽ ആയി പോവും, എങ്ങനെ കിട്ടും, M(T⁻²) A⁻⁻1 കിട്ടും. മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. ഓക്കെ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത് അല്ലെ, ഡയമെൻഷൻ കണ്ടുപിടിച്ചത് അല്ലേ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P വിച്ച് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു 2A. ശരിയാണോ? സോ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, AT ആണ്. 2A, 2 ഡയമെൻഷൻ ഇല്ല, A എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്. സോ എന്താണ്, അത് L ആണ്. സോ ATL. ഓക്കെ ആണോ? ശരി, അടുത്ത ഭാഗം നോക്കാം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി നമ്മൾ മ്യൂ എന്ന അക്ഷരത്തോട് സൂചിപ്പിക്കും. സോ എങ്ങനെയാണ് മ്യൂവിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക? സാധാരണ എല്ലാവർക്കും പ്രയാസമായ ഒരു ഭാഗമാണ്, കാണാൻ പഠിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ അതല്ല, മാർഗമുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് മ്യൂവിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. നോക്കിയിട്ട് മക്കളെ നോക്കടാ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 കണ്ടക്ടർ ഉണ്ട്. ഈ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് I1. ഈ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് I2. ഈ 2 കണ്ടക്ടർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് D ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? D ആണ്. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടർ മൂലം ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, അതുപോലെ ഈ കണ്ടക്ടർ മൂലം ഇതിലും ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയാണോ? കണ്ടക്ടേഴ്സ് മൂലം എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ പറഞ്ഞേ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താ പറഞ്ഞേ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് which is equal to μ0 I1 I2 divided by 2πd ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? μ0 I1 I2 divided by 2πd which is equal to F/L ആണ്. നോക്കടാ, ഇതിൽ ഈ μ0 ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ μ0 ഡയമെൻഷൻ μ0 which is equal to F. നോക്ക്, ഇതും L ആണ്, ഇതും L ആണ്. സോ ഇതിന് ഡയമെൻഷൻ ഇല്ല. സോ ഇതിന് ഡയമെൻഷൻ എല്ലാം എന്ത് ചെയ്ത് മക്കളെ, ക്യാൻസൽ ആയി പോയി. നോക്കടാ, ഇത് L ആണ്, ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്റ്റൻസ് അല്ലേടാ, ഇതിൻ്റെ L ആണ്. ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതെന്താണ്? ഡിസ്റ്റൻസ്. ഇത് രണ്ടും ഡയമെൻഷൻ L ആണ്, അത് ക്യാൻസൽ ആയി പോയി. 2πക്ക് ഡയമെൻഷൻ ഇല്ല. സോ μ0 ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ I² ഈക്വൽ ആണ്. ശരിയാണോ? ഫോഴ്സ് ഡിവൈഡ് ബൈ I ഇൻറ്റു I. നമുക്ക് പറയാം I² എന്ന് വെറുതെ പറയാം, അതിന് ഡയമെൻഷന് ഈക്വൽ ആണ്. μ0 ഡയമെൻഷൻ ഫോഴ്സ് ഡിവൈഡ് ബൈ I² ഈക്വൽ ആണ്. ഓക്കെ ആണ്. ഇനി സിമ്പിളായി പോയി, പറഞ്ഞേ ML(T⁻² ഡിവൈഡ് ബൈ I എന്ന് പറഞ്ഞാൽ A ആണ്, A². നോക്കടാ, എത്ര എളുപ്പം ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. which is equal to ML(T⁻²) A⁻². സിമ്പിൾ, സോ സിമ്പിൾ ഇല്ലേ മക്കളെ? ശരി. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. മിക്ക കുഞ്ഞുങ്ങളുമാണെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E which is equal to hν ആണ്. അതിനേക്കാളും എളുപ്പമുണ്ട് മക്കളെ. ഇത് നോക്കേ, P/λ. ഓക്കെ, P which is equal to H divided by lambda. H which is equal to P⁻. ശരിയാണോ? P⁻. which is equal to P എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റം ആണ്. ML(T⁻1) ആണ്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ L² ആയിട്ട് മാറും. സിമ്പിൾ, സോ സിമ്പിൾ. കണ്ടോ എത്ര എളുപ്പമായി പോയി? എളുപ്പമല്ലേ മക്കളെ? എല്ലാം വളരെ സിമ്പിളാണ്. സോ ഇനിയാണെങ്കിൽ നോക്കാം, നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഡയമെൻഷൻ വേറെ. ഇലക്ട്രിക് പവർ നമുക്കറിയാം, പവർ ഇക്വേഷൻ എന്താണ്? പവർ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആണെങ്കിൽ ഒപ്റ്റിക്സിൽ പവർ ഉണ്ട് അല്ലേ? പവർ ഓഫ് എ ലെൻസ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ, ഒപ്റ്റിക്കൽ പവർ P which is equal to 1 divided by focal length ആണ്. അതായത് ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? L⁻⁻1 ആണ്. L⁻⁻1 ആണ് ആ ഡയമെൻഷൻ, ഒപ്റ്റിക്കൽ പവറിൻ്റെ ഡയമെൻഷൻ. തെറ്റിപ്പോകല്ലേ? പവറിൻ്റെ ഡയമെൻഷൻ അല്ല, ഒപ്റ്റിക്കൽ പവറിൻ്റെ ഡയമെൻഷൻ. L⁻⁻1 ആണ്.
മനസ്സിലായോ? സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് +1 +2 എൻറ്റയർ ഫിസിക്സിലെ ആണെങ്കിൽ ഡയമെൻഷൻസ് അറിയാം. ഒട്ടുമിക്ക ഡയമെൻഷൻസ് ഞാനിവിടെ പറഞ്ഞു തന്നു. ഇനി ഏതെങ്കിലും ഒരു ഡയമെൻഷൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഡയമെൻഷൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഫ്ലെക്സ്. അപ്പം ഞാൻ പറയുകയാണ് ഫ്ലെക്സ് ഡയമെൻഷൻ ചോദിച്ചു. ഫ്ലെക്സ് വിച്ച് ഈസ് ഈക്വൽ എന്താണ്? ഇൻറ്റൻസിറ്റി ഡോട്ട് ഏരിയ. ശരിയാണോ? ഇലക്ട്രിക് ഫ്ലെക്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ. മാഗ്നറ്റിക് ഫ്ലെക്സ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡോട്ട് ഏരിയ. മനസ്സിലായോ? സിമ്പിൾ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ചാർജ് ആണ് ഇൻറ്റു ഏരിയ. നോക്കണം മക്കളെ, എല്ലാത്തിനും ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഫ്ലെക്സും ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ കഴിയും. എളുപ്പമല്ലേ? സോ സിമ്പിൾ. ഇനി ഞാൻ ചോദിക്കുകയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിലോ? മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ ബി ഡോട്ട് എ ആണ്. എന്താണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? ബി എങ്ങനെ കണ്ടുപിടിച്ചേ? എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ. അങ്ങനെ കണ്ടുപിടിച്ചേ? ബി ഐ എൽ. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ഐ എൽ. ബി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ഐ ഇൻറ്റു എൽ. ഇനി ഏരിയ നോക്കണം മക്കളെ, സിമ്പിൾ അല്ലേ? എല്ലാത്തിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഏറ്റവും സിമ്പിളസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബീൻ്റെ സിമ്പിളസ്റ്റ് ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ തക്ക ശേഷിയുള്ള സിമ്പിളസ്റ്റ് ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് കൊടുത്താൽ തന്നെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതുപോലുള്ള ഏത് ഇക്വേഷനും ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും എഴുതി വെച്ചിരിക്കുന്ന ഇത്രയും ഇക്വേഷൻസിൻ്റെ സിമ്പിളസ്റ്റ് ഇക്വേഷൻ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായും ഡയമെൻഷൻ ഏത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായോ? സോ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് നീറ്റ് എക്സാമിനേഷൻ ഈ ഡയമെൻഷൻ ഫോമിൽ ചോദിക്കാറുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരി മക്കളെ, അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷനാണ്. ഒരേ കണക്ക് ഡയമെൻഷൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഫിസിക്കൽ ക്യാരക്ടറൊക്കെ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും? ഒരേ കണക്ക് ഡയമെൻഷൻ വരുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമുക്ക് ആ ക്വാണ്ടിറ്റീസിനെ പരിചയപ്പെടാൻ പോവുകയാണ്. നോക്കടാ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് മക്കളെ, നമ്മൾ ഇനി കോമ്പിനേഷനെ പറ്റി ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോണത്? കോമ്പിനേഷനെ പറ്റി ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്ത് കോമ്പിനേഷനാണ്? ഒരേ ഇനം ഡയമെൻഷനുള്ള, ഒരേ ടൈപ്പ് ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ഞാൻ ചേർത്ത് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ, നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിച്ച എൻറ്റയർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻറ്റയർ ചാപ്റ്റേഴ്സിൽ നിന്നും എവിടൊക്കെ ഒരേ കണക്കുള്ള ഡയമെൻഷൻസ് ഉള്ള ആൾക്കാരുണ്ടോ അതിനെല്ലാം ഞാൻ ചേർത്ത് പറയാൻ പോവുകയാണ്. നോക്കിനി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മക്കളെ, ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരെ പറ്റി നമുക്ക് ആദ്യം ചർച്ച ചെയ്യാമടാ. ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ഏതൊക്കെയാണ്? ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് അറിയാമോ? സ്ട്രെയിൻ. നിങ്ങൾ പഠിച്ചതാണ് സ്ട്രെയിൻ. ശരിയാണോ? സ്ട്രെയിൻ ഡയമെൻഷനുള്ള കാര്യം ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്നാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ എന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾ എഴുതിക്കോണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, കുറേ എഴുതാനുണ്ട്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? അതിന് വെറും നമ്പറാണ്, അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. ശരി മക്കളെ, അടുത്തതെന്ന് പറയണത് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എ ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒരു ബോഡിയുടെ ഡെൻസിറ്റിയെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്ന റേഷ്യോ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അടുത്തത് ആംഗിൾ. അപ്പം പ്ലെയിൻ ആംഗിൾ ആവട്ടെ, സോളിഡ് ആംഗിൾ ആവട്ടെ, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സോ പ്ലെയിൻ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, സോളിഡ് ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. ഡിസ്റ്റൻസ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ലെങ്ത്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ലെങ്ത്. ഡയമെൻഷൻ ഉണ്ടോടാ? അതിനും ഡയമെൻഷൻ ഇല്ല. സോ അതിനും ഡയമെൻഷൻ ഇല്ല. അടുത്തത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമുക്കതിനെ എപ്സിലോൺ ആർ എന്ന് പറയാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി, സസെപ്റ്റബിലിറ്റി, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി,
അതുപോലെ റൈനോൾസ് നമ്പർ, പോയിസോൺസ് റേഷ്യോ, റൈനോൾസ് നമ്പർ, പോയിസോൺ റേഷ്യോ, എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും സൈൻ, കോസ്, ടാൻ അങ്ങനെയുള്ള ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് ഡയമെൻഷൻ ഉണ്ടോടാ? ഇവയ്ക്കൊന്നും ഡയമെൻഷൻ ഇല്ല. സോ ഇതൊക്കെ എന്താണ്? ഡയമെൻഷൻ ലെസ് ടേംസ് ആണ്. ഡയമെൻഷൻ ഉണ്ടോ? ഇവയ്ക്കൊന്നും ഡയമെൻഷൻ ഇല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ഇതിനെയാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് മറ്റൊരു പേരുണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതിനെന്തില്ല മക്കളെ? ഡയമെൻഷൻ ഇല്ല. ഉണ്ടോ? ഇതെല്ലാം എന്താണ്? സെയിം നേച്ചുറൽ ടേംസ് ആണ്. ഇവയ്ക്കൊന്നും ഡയമെൻഷൻ ഇല്ല. ഇത്രയും കാര്യം മനസ്സിലായോടാ? ശരി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, അവയുടെ ഡയമെൻഷൻ എന്താണ്? T⁻⁻1 ആണ്. T⁻⁻1 ഉള്ള ആൾക്കാരെ പറ്റിയാണ് കേൾക്കാൻ പോണത്. നോക്കി, ഫ്രീക്വൻസി ഡയമെൻഷൻ എന്താ മക്കളെ? T⁻⁻1 നമുക്കറിയാം. അതുപോലെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ, സെയിം ഡയമെൻഷൻ അല്ലടാ? T⁻⁻1 ആണ്. വെലോസിറ്റി ഗ്രേഡിയന്റ്, സോ ഡിസ്റ്റൻസ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. അതിന് ഡയമെൻഷൻ ഇല്ല. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്താ മക്കളെ? വെലോസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. നോക്കേ, വെലോസിറ്റി v ഡിവൈഡ് ബൈ l ചെയ്ത് നോക്കേ, ഡയമെൻഷൻ എന്തായിരിക്കും? T⁻⁻1 വരും. ശരി, അടുത്തത് വെലോസിറ്റി ഗ്രേഡിയന്റ് കഴിഞ്ഞു. അടുത്തത് ആംഗുലാർ വെലോസിറ്റി. അത് നമ്മൾ പറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി പറഞ്ഞു. dk കോൺസ്റ്റന്റ്, നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കത്തില്ലേ? dk കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ T⁻⁻1 ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ഉണ്ടോ? ആംഗുലാർ ഫ്രീക്വൻസി ഉണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി T⁻⁻1 ആണ്. ഇത്ര മനസ്സിലായ മക്കളെ? സോ ഇവയ്ക്ക് എന്തെല്ലാം എന്താണ്? ഡയമെൻഷൻ T⁻⁻1 ആണ്. ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, അതുപോലെ വെറും ഫ്രീക്വൻസി, വെലോസിറ്റി ഗ്രേഡിയന്റ്, dk കോൺസ്റ്റന്റ്, ഇവയുടെ എല്ലാം ഡയമെൻഷൻ എന്താണ്? T⁻⁻1 ആണ്. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം നോക്കാമടാ. അടുത്തത് ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഡയമെൻഷൻ T, ടൈമിൻ്റെ സെയിം ഡയമെൻഷൻ ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെയാണ്? ടൈമിൻ്റെ സെയിം ഡയമെൻഷൻ ഉള്ള ആൾക്കാരാണ്. ഒന്ന് റൂട്ട് ഓഫ് L/G. നമുക്കറിയാം T which is equal to 2π √L/G നമുക്കറിയാം. സോ 2πക്ക് ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ √L/G ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആയിരിക്കും? ടിയുടെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. സോ ഒരു ക്വസ്റ്റനിൽ ആ ടൈമിൻ്റെ ഡയമെൻഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √L/G ആ ഡയമെൻഷനാണ് ടൈമിൻ്റെ സെയിം ഡയമെൻഷനിൽ വരുന്നതാണ്. ഓക്കെ ആണോടാ? ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ കാര്യം. ശരി, അടുത്തത് √L/G ഉണ്ട്. അടുത്തത് √M/K. K എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. M മാസാണ്, K എന്താണ് മക്കളെ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. നോക്ക്, നമുക്കറിയാം ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π √M/K. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? √M/K ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആണ്? ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ, ടൈമിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. ഈ കാര്യം മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്തത് √R/G. ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. √R/G അതായത് ഒരു പ്ലാനറ്റിൻ്റെ ആണെങ്കിൽ ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ടൈം പീരിയഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. അവിടെ നിങ്ങൾ പഠിച്ചു √R/G എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രൊപ്പോർഷണലാണ്? ടൈം പീരിയഡിന് പ്രൊപ്പോർഷണലാണ്. സോ √R/G എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? ടൈമിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. R എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമുക്ക് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്, ലെങ്ത് ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ വിത്ത് ഗ്രാവിറ്റി ആണ്. അത് ആർ ഡയമെൻഷൻ ഈക്വൽ ആണ്, ടൈമിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. ഇനി ആൾക്കാരുണ്ടോ? ഇത് ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ടൈമിൻ്റെ ഡയമെൻഷൻ എടുക്കുന്നത്. സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൻ്റെ ഡയമെൻഷനാണ് L/R. √LC. അതുപോലെ RC.
പിന്നെ എന്തൊക്കെ ഡയമെൻഷൻ എന്താണ്? ഇതൊക്കെ നിങ്ങൾ എ സി എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സെക്കൻഡ് ഇയറിൽ എ സി എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ആ എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്, ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്. സോ എൽ ഡിവൈഡ് ബൈ ആർ അതെന്താണ്? അത് ടൈം ഡയമെൻഷൻ ആണ്. റൂട്ട് എൽ സി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് എൽ സി. സോ 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ എന്താണത്? റൂട്ട് എൽ സി എന്താണ് മക്കളെ? ടൈം പീരീഡ് ആണ്. 1/√LC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ അത് പറയാം, അതുകൂടെ പറയാം. 1/√LC ഇതാണിത്. അത് T⁻⁻1 ആണ്. റൂട്ട് എൽ സി ആണെങ്കിലോ അത് ടി ആണ്. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ കാര്യം, സിമ്പിൾ കോൺസെപ്റ്റ്. ശരി, അടുത്ത ഭാഗം. അടുത്താണ് ആക്സലറേഷൻ. ആക്സലറേഷൻ ഡയമെൻഷൻ എന്താണ്? LT⁻⁻2 ആണ്. അതിന്റെ സെയിം ഡയമെൻഷൻ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമുക്ക് LT⁻⁻2 അതിന്റെ സെയിം ഡയമെൻഷനിൽ ആക്സലറേഷൻ ആണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ആക്സലറേഷൻ ആണ് അല്ലേ? ഫോഴ്സ് പെർ മാസ് ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ആക്സലറേഷൻ. അതാണ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതിനെല്ലാം എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. ഓക്കെ ആണോ മക്കളെ? ശരി, അടുത്തത് പ്രഷറിന്റെ ഡയമെൻഷൻ അല്ലേ മക്കളെ? പ്രഷറിന്റെ ഡയമെൻഷന് തുല്യമായ ആൾക്കാരൊക്കെയാണ്. പ്രഷർ ഡയമെൻഷൻ എന്താണ്? നിങ്ങൾ പറയും സാർ എം L⁻⁻1 T⁻⁻2. സോ ഈ ഡയമെൻഷൻ ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അഥവാ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ആരൊക്കെയുണ്ട്? നമുക്കറിയാം യങ്സ് മോഡുലസ് ഉണ്ട്, അതുപോലെ ബൾക്ക് മോഡുലസ് ഉണ്ട്, ഷിയർ മോഡുലസ് ഉണ്ട്. അത് പറയാം, ഷിയർ മോഡുലസ് ഉണ്ട്, പിന്നെന്തുണ്ട്? ബൾക്ക് മോഡുലസ് ഉണ്ട്. ശരിയാണോ? യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ് ഇതൊക്കെ എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇതെന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ്, അതുപോലെ ബൾക്ക് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഡയമെൻഷൻ ആർക്ക് ഈക്വൽ ആണ്? പ്രഷറിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. ഓക്കെ, അടുത്തത് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡ് ബൈ വോളിയം. എനർജി എന്താണ്? L² ഡിവൈഡ് T⁻⁻2 ഇതാണ് എനർജി എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ വോളിയം L³ ആവും. നോക്കണം മക്കളെ, സെയിം ഡയമെൻഷൻ ചേരത്തില്ലേ? സെയിം ഡയമെൻഷൻ ചേരും. സോ എനർജി ഡെൻസിറ്റി കണ്ടോ, അതിനും സെയിം ഡയമെൻഷൻ ആണ്. അടുത്തത് സ്ട്രെസ്. സോ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ എന്താ മക്കളെ? സെയിം ആണ്. പ്രഷറിൻ്റെ സെയിം ഡയമെൻഷൻ ആണ്. മോഡുലസ് വെലോസിറ്റി, യങ്സ് മോഡുലസ്, പ്രഷർ ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി, പ്രഷർ, അതുപോലെ ബൾക്ക് മോഡുലസ് ഇതൊക്കെ എന്താണ്? സെയിം ഡയമെൻഷൻ ഫോർമുലയിൽ വരുന്നതാണ്. ഓക്കെ ആണോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. അടുത്തത് സർഫസ് ടെൻഷൻ. മക്കളെ, സർഫസ് ടെൻഷൻ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് അല്ലേ? സ്പ്രിംഗ് കോൺസ്റ്റന്റും സർഫസ് ടെൻഷനും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരേ ഡയമെൻഷൻ വരുന്നതാണ്. സോ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പറയാം സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ, അങ്ങനെയും പറയാം. നോക്ക്, സർഫസ് ടെൻഷൻ ഡയമെൻഷൻ ആദ്യം പറയാം. T⁻⁻2 ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ L. എല്ലും എന്ത് ചെയ്യും മക്കളെ? ക്യാൻസൽ ആയി പോകും. സോ ഒന്ന് കിട്ടും T⁻⁻2. എഴുതി തന്നെ പഠിക്കണം. ഓരോന്നും എഴുതി പഠിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കത്തുള്ളൂ. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് സെയിം ഡയമെൻഷൻ ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റിനും സെയിം ഡയമെൻഷൻ ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് F is equal to kx എന്ന് പറയുന്നില്ലേ? സ്പ്രിംഗ് ഫോഴ്സ്. സോ K which is equal to F divided by x, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്.
ഉണ്ടോ? സെയിം ഡയമെൻഷൻ, ഫോഴ്സ് പെർ ലെങ്ത് സെയിം ഡയമെൻഷൻ വരും. അതുപോലെ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ, നമുക്ക് സർഫസ് എനർജി ഡിവൈഡ് ബൈ ഏരിയ, ഇതാണ് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ഈ എനർജിയാണ് mL²T⁻², ഡിവൈഡ് ബൈ ഏരിയ L², ക്യാൻസൽ ആകും, സെയിം ഡയമെൻഷൻ കിട്ടും. മനസ്സിലായ മക്കളെ? സോ ഇവയ്ക്കെല്ലാം എന്താണ്? സെയിം ഡയമെൻഷൻ ആണ്. അടുത്ത സെറ്റ് ഫോഴ്സ്. മക്കളെ ഫോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ട് ട്രസ്റ്റ് എന്ന് പറയും. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ത്രസ്റ്റ് ഫോഴ്സ് എന്നൊക്കെ പറയും. ഫോഴ്സ്, ത്രസ്റ്റ്, വെയിറ്റ്, ഇതൊക്കെ ഫോഴ്സ് തന്നെയാണ് ആക്ച്വലി, പല പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. അതുപോലെ എനർജി ഗ്രേഡിയൻറ്റ്, സോ എനർജി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താണ് എനർജി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? എനർജി ഡിവൈഡ് ബൈ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ലെങ്ത് എന്നാണ്. സോ ഡിവൈഡ് ബൈ ലെങ്ത് ആണ് എനർജി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. എനർജി ഡിവൈഡ് ബൈ ലെങ്ത്, എനർജി എന്താണ്? mL²T⁻² ഡിവൈഡ് ബൈ L, എല്ലും ക്യാൻസൽ ആകും. സോ നമുക്ക് കിട്ടും mL/T⁻². ആ ഡയമെൻഷൻ കിട്ടുമ്പോടാ നമ്മുടെ ഫോഴ്സിൻ്റെ സെയിം ഡയമെൻഷൻ കിട്ടും. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി. അടുത്തത് എനർജി. മക്കളെ എനർജി ഡയമെൻഷൻ വളരെ ഫേമസ് ആണ്. എനർജി ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ്. എല്ലാവർക്കും എനർജി ഡയമെൻഷൻ അറിയാം അല്ലേ? എന്താണ്? mL²T⁻². മൊമെന്റ് ഓഫ് ഫോഴ്സ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിന്റെ മൊമെന്റ്, ഫോഴ്സ് ഇൻറ്റു ലെങ്ത്. ഇതാണ് ഫോഴ്സിന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ലെങ്ത്. ഇത് കിട്ടും നമുക്ക് എനർജിയുടെ സെയിം ഡയമെൻഷൻ കിട്ടും, ഫോഴ്സ് ഇൻറ്റു ലെങ്ത്. അത് തന്നെയാണ് വർക്ക് എന്ന് പറയുന്നത്. സോ വർക്ക്, അതുപോലെ ഇന്റേണൽ എനർജി. ശ്രദ്ധിക്കണം, ഇന്റേണൽ എനർജിയും എൻട്രോപ്പിക്കും രണ്ട് ഡയമെൻഷൻ ആണ് കേട്ടോ. നമ്മൾ ഒരേ കണക്ക് പഠിക്കുന്നതെങ്കിലും ഇന്റേണൽ എനർജി വേറെയാണ്, എൻട്രോപ്പി വേറെയാണ്. സോ ഇന്റേണൽ എനർജി ഡയമെൻഷൻ ഈക്വലന്റ് ആണ്, സെയിം ഡയമെൻഷൻ ആണ്. ഹീറ്റ്, എല്ലാ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഓൾ എനർജി അങ്ങനെ എഴുതാം. ഓൾ എനർജി എല്ലാ എനർജിയുടെ ഡയമെൻഷൻ, ഏതൊക്കെ എനർജി ഉണ്ടോ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, മാഗ്നറ്റിക് എനർജി, ന്യൂക്ലിയർ എനർജി, എന്തൊക്കെ എനർജി ഉണ്ടോ അതെല്ലാം എന്താണ്? ഒരേ ഡയമെൻഷനാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക്. അതുപോലെ ഇക്വേഷൻ വഴി നോക്കിക്കഴിഞ്ഞാൽ I²RT, അതുപോലെ VIT, V² ഡിവൈഡ് ബൈ R×T. ഇതൊക്കെ എന്താണ്? ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ ആണ്, ഹീറ്റ് എനർജിയുടെ ഡയമെൻഷൻ ആണ്. പിന്നെ Q² ഡിവൈഡ് ബൈ 2C, അല്ലെങ്കിൽ C എന്ന് പറഞ്ഞാലും മതി, 2 എന്ന് വേണ്ട ആവശ്യമില്ലല്ലോ. Q² ഡിവൈഡ് ബൈ C എനർജിയുടെ ഡയമെൻഷൻ ആണ് കേട്ടോ. 2ന് ഡയമെൻഷൻ ഒന്നുമില്ല, ഹാഫ് ഡയമെൻഷൻ ഒന്നുമില്ല. സോ Q² ചാർജിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്, അതൊരു ഇക്വേഷൻ ആണ്. CV² ഉണ്ടോ, ഹാഫ് CV² എന്ന് വെച്ചാൽ എന്താണ്? എനർജിയുടെ ഡയമെൻഷൻ ആണ്. അതുപോലെ ആണെങ്കിൽ LI², ഹാഫ് LI² എനർജിയുടെ ഇക്വേഷൻ ആണ്. സോ LI² എന്താണ്? എനർജിയുടെ ഡയമെൻഷൻ വരുന്ന ടേം ആണ്. ഇനി വേറെ വരുന്നുണ്ടോ? Q² ഡിവൈഡ് ബൈ C എഴുതി, CV² എഴുതി, LI² എഴുതി, QV ഇമ്പോർട്ടൻ്റ് ആണ് QV എന്ന് പറയുന്നത്. QV മനസ്സിലായോ? സോ ഇതൊക്കെ എന്താണ്? എനർജിയുടെ ഡയമെൻഷൻസ് ആണ്. ഇതെല്ലാം എനർജിയുടെ ഡയമെൻഷൻ വരുന്ന ആൾക്കാരാണ്. ഓക്കെ ആണോ മക്കളെ? സോ ഇത്രയും ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എന്തെല്ലാം എനർജിയുടെ കോൺസെപ്റ്റ് ഉണ്ടോ അതെല്ലാം ഞാൻ അവിടെ ചേർത്ത് ചെയ്യുകയാണ്. ഓക്കെ, ശരി. അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാമല്ലോ. അടുത്ത ഭാഗം നോക്കടാ. അടുത്തെന്താണ്? ആംഗുലാർ മൊമെന്റം. മക്കളെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താടാ? L which is equal to, നിങ്ങൾ പറയും സാർ R×P ആണ്. അതായത് L എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ L ആണ്. ഇനി മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? mL/T⁻1 ആണ്. സോ നിങ്ങൾ പറയും സാർ mL²T⁻1 ആണ് സാർ എന്ന് പറയും. സോ ഇതിന്റെ സെയിം ഡയമെൻഷൻ ആൾക്കാർ ആരെയെന്ന് അറിയാമോ?
പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്? ആംഗുലാർ മൊമെന്റത്തിനും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും സെയിം ഡയമെൻഷൻ ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h/λ വിച്ച് ഈസ് ഈക്വൽ ടു പി എന്നല്ലേടാ? ആണ്. അങ്ങനെയെങ്കിൽ h വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ പി എന്നാണ്. നോക്ക്, ലാംഡ എന്ന് പറഞ്ഞാൽ L ആണ്, പി എന്ന് പറഞ്ഞാൽ നോക്ക് സെയിം തന്നെ അല്ലേടാ മക്കളെ? ഇൻറ്റു എം എൽ ടി റേസ് ടു -1 വിച്ച് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -1. കണ്ടോ, ഇത്ര സിമ്പിളാണ്. സെയിം ഡയമെൻഷനാണ്, രണ്ടുപേർക്കും ഒരേ ഡയമെൻഷനാണ്. ശരി മക്കളെ, അടുത്തത് ഓക്കെ. സോ ഇത്രയും ഉള്ളൂ എന്ത് നമ്മളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എൻ്റയർ കോമ്പിനേഷൻ പറഞ്ഞു. എവിടെയൊക്കെ കോമ്പിനേഷൻസ് പറഞ്ഞു തരാമോ ആ കോമ്പിനേഷൻ എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ചെറിയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കടാ, ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0. സോ ഇത് കണ്ടാൽ നിങ്ങൾ പല ആൾക്കാരും 50% എബോ ആൾക്കാർ ചിന്തിക്കും എന്താണ്, ഇ സ്ക്വയർ ചാർജിൻ്റെ ഡയമെൻഷൻ എടുക്കണം, ε0 ഡയമെൻഷൻ എടുക്കണം. വേണോടാ മക്കളെ? വേണ്ട. കാര്യം നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. പറഞ്ഞേ, ഏത് ഇക്വേഷൻ? ഇത് കണ്ടിട്ട് ഏത് ഇക്വേഷൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? കൂളോംസ് ലോ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു പറഞ്ഞേടാ, എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സെയിം ഇക്വേഷൻ അത് തോന്നുന്നുണ്ട്. സോ ഈ എഫും ആർ ഇവിടെ കൊണ്ടുവന്നേ, എഫ് ആർ സ്ക്വയർ നിങ്ങൾ പറയും, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആണ്. നമുക്ക് രണ്ട് ചാർജിനെ നമുക്ക് ഇ സ്ക്വയർ എന്ന് പറയാം. ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0. സോ ഇതിൻ്റെ ഡയമെൻഷനും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഡയമെൻഷന് പകരം ഈ ഡയമെൻഷൻ പറഞ്ഞാൽ പോരാടാ മക്കളെ? ഈ ഡയമെൻഷൻ പറഞ്ഞാൽ മതി. അതായത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2 ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം എൽ ക്യൂബ് ടി റേസ് ടു -2 ആണ്. മനസ്സിലായോ? സോ രണ്ടിനും സെയിം ഡയമെൻഷൻ ആണ്. സോ ഇനിയാണെങ്കിൽ പല ക്വസ്റ്റ്യനിലാണെങ്കിൽ ഈ ഒരു ഫോമാറ്റ് വരുന്ന പല ക്വസ്റ്റ്യനും കാണുന്നുണ്ട്. ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0 പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ പല മൊഡ്യൂളിൽ കാണാൻ കഴിയും. സോ ഈ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് പകരമാണെങ്കിൽ എഫ് ആർ സ്ക്വയർ ഡയമെൻഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ ആണോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമടാ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. കണ്ടുപിടിക്കാം. നോക്കടാ, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വീഡിയോ പോസ് ചെയ്തേ, പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഇലക്ട്രിക് ഫ്ലക്സ് ഡയമെൻഷൻ വീഡിയോ പോസ് ചെയ്യണം, പെട്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പറയും സർ സിമ്പിൾ, ഇലക്ട്രിക് ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്. ഇ ഡോട്ടിൽ ഇ എ കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഡയമെൻഷൻ ഇല്ലാത്തതാണ്. സോ ഇ ഡോട്ട് എ ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ ചാർജ് ആണ്. പറയത്തില്ലടാ? പറയും ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും സർ എം എൽ ടി റേസ് ടു -2 ആണ്. ഞങ്ങൾക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ എ ടി ആണ്, ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ ഒരു എൽ ഉണ്ട്, എൽ ക്യൂബായിട്ട് മാറി. ഇവിടെ ഒരു ടി ഉണ്ട്, ആ ടി മുകളിൽ വരുമ്പോൾ ടി റേസ് ടു -3 ആയിട്ട് മാറി. എ ആണെങ്കിൽ മുകളിൽ വരുമ്പോൾ എ റേസ് ടു -1 ആയിട്ട് മാറി. സിമ്പിൾ അല്ലേടാ മക്കളെ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. എളുപ്പമല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യും. ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ പറയാൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ പറയും സർ ബി ഡോട്ട് എ എന്ന് പറയും. സോ ബി വേണം, നമ്മൾ അറിയാം ബിന്റെ ഡയമെൻഷൻ നമുക്ക് കാണാൻ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇക്വേഷൻ അറിയാം. ബി വന്ന ഇക്വേഷൻ ഏതാണ്? എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഐ എൽ ആണ്. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ഐ എൽ ആണ്, നമുക്കറിയാം. സോ ബിക്ക് പകരം പറയാം എഫ് ഡിവൈഡ് ബൈ ഐ എൽ ഇൻറ്റു ഏരിയ. സോ എങ്ങനെ പറയും ഇവിടെ മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എം എൽ ടി റേസ് ടു -2 ആണ്. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. സോ കറണ്ടിന് പകരം ഞാൻ എ എന്ന് പറഞ്ഞു, എൽ ഞാൻ അതുപോലെ എഴുതി. ഇവിടെ എന്തുണ്ട്? എൽ സ്ക്വയർ ഉണ്ട്. സോ ഈ എല്ലും ക്യാൻസലായി. പിന്നെ ആരുണ്ടടാ? എം മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്ന്. പിന്നെ ഈ എൽ സ്ക്വയർ ഉണ്ട്. സോ എൽ സ്ക്വയർ ഞാൻ അതുപോലെ എഴുതി. ഇനിയാണെങ്കിൽ ടി റേസ് ടു -2 ഉണ്ട്, എ റേസ് ടു -1 ഉണ്ട്. നമുക്ക് ആരെ കിട്ടി? ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും ഡയമെൻഷൻ സിമ്പിളായിട്ട് കിട്ടി. സോ നമുക്കറിയാവുന്ന ഡയമെൻഷനേ ഉള്ളൂ. നമുക്ക് കാണാൻ ഒന്നും പഠിച്ചിട്ടില്ല. നമുക്ക് ഇക്വേഷൻ, ഏത് ഇക്വേഷനാണ് ഏത് സമയത്താണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചു, നമ്മൾ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ ആണോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ.
നമുക്ക് മക്കളെ അടുത്ത ആ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ കോൺസെപ്റ്റ് എന്താണ്? അടുത്ത സെക്ഷൻ ആണ് ഡയമെൻഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫ്രം ആൻ ഇക്വേഷൻ. സോ ഇക്വേഷനിൽ നിന്ന് ഡയമെൻഷണൽ കോൺസ്റ്റന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഇക്വേഷൻ തരും, അതിനകത്ത് പറയും എ ബി സി എന്നിവ കോൺസ്റ്റന്റ്സ് ആണ്, ഇവയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഗാമ എന്നിവ കോൺസ്റ്റന്റ് ആണ്, ഇവയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺസ്റ്റന്റ് വരും, അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയും. സോ ബേസിക്കലി ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏത് കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന്. കോൺസെപ്റ്റ് പേരെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. നമ്മളതിന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ 5 കിലോഗ്രാം മാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് 5 കിലോഗ്രാം എന്തെങ്കിലും ഒരു കാര്യം എന്താണ്? അരി ഉണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നു, 5 കിലോഗ്രാം പഞ്ചസാര. അതിൽ നിന്നാണെങ്കിൽ ഞാനൊരു 10 സെക്കൻഡ് കുറച്ചു. എന്ത് കിട്ടും? നിങ്ങൾ പറയും സാർ അത് മീനിങ് ഫുൾ സ്റ്റേറ്റ്മെന്റ് അല്ല. 5 കിലോഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് സാർ 10 സെക്കൻഡ് കുറയ്ക്കുന്നത്? കുറയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ പറയും എന്നാൽ മക്കളിന്ന് ആഡ് ചെയ്ത് നോക്കി. നിങ്ങൾ പറയും സാർ ആഡ് ചെയ്യാനും കഴിയത്തില്ല. 5 കിലോഗ്രാമിൻ്റെ കൂടെ സാറിന് എങ്ങനെയാണ് 10 സെക്കൻഡ് ആഡ് ചെയ്യാൻ കഴിയുന്നത്? സോ ഞാൻ പറയും മക്കളെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? 5 കിലോഗ്രാമിൻ്റെ കൂടെ ഒരു 10 കിലോഗ്രാം ആഡ് ചെയ്യാൻ കഴിയുമോടാ? നിങ്ങൾ പറയും സാർ സിമ്പിൾ, ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. സോ 15 കിലോഗ്രാം എന്ന് ആൻസർ പറയും. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരേ ഇനം ഒരേ കണക്കുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കഴിയുകയുള്ളൂ. കണ്ടോ, കിലോഗ്രാമിലൂടെ കിലോഗ്രാം അല്ലെങ്കിൽ മാസിലൂടെ മാസിനെ ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും മാസിലൂടെ ടൈമിനെ ആഡ് ചെയ്യാൻ കഴിയത്തില്ല. സോ ഒരേ കണക്കുള്ള അല്ലെങ്കിൽ ഒരേ ഇനം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കഴിയുകയുള്ളൂ. അതായത് ഒരേ പോലുള്ള ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും കഴിയത്തുള്ളൂ. അങ്ങനെയും പറഞ്ഞുകൂടെ മക്കളെ? അങ്ങനെയെങ്കിൽ പറഞ്ഞ് എ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് ഡി. ഈ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾ പറയും സാർ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. ശരിയാണോടാ? നോക്കടാ മക്കളെ, എത്ര ടേംസ് ഉണ്ടടാ? 1 2 3 ടേം ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3 ടേമിൻ്റെയും എന്ത് സെയിം ആയിരിക്കും മക്കളെ? ഡയമെൻഷൻ സെയിം ആയിരിക്കും. 3 ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം തന്നെയായിരിക്കും. ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ കാര്യം. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞേക്കടാ. പെട്ടെന്ന് ആൻസർ പറഞ്ഞ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ചെറിയ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു AT² പ്ലസ് BT പ്ലസ് C. ഈ ഇക്വേഷനിൽ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് എന്താണ് മക്കളെ? എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം ആണ്. അങ്ങനെയെങ്കിൽ A, B, C എന്നിവയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സർ സിമ്പിൾ. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് നമുക്കറിയാം ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഇതിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, L ആണ്. സോ ഇതിൻ്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? L തന്നെയായിരിക്കും. ഇതിൻ്റെ ഡയമെൻഷൻ എത്ര തന്നെയായിരിക്കും? L തന്നെയായിരിക്കും. സോ ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം തന്നെയായിരിക്കും. നിങ്ങൾ പറയത്തില്ലേ മക്കളെ? പറയും. ശരി, അങ്ങനെയെങ്കിൽ നോക്ക്, ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്താണ്? L ആണ്. ഇനിയാണെങ്കിൽ നമുക്ക് നോക്കാം BT. സോ BTയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? L ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡയമെൻഷൻ എന്താണ്? L ആണ്. സോ ബിയുടെ ഡയമെൻഷൻ ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ T ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? L ആണ്. സോ ഡയമെൻഷൻ ഓഫ് B വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഇവിടെ കൊണ്ടുവന്നേ LT⁻⁻1 എന്ന് വരും. ശരിയാണോടാ മക്കളെ? സോ നമുക്ക് എന്ത് കിട്ടി? ബിയുടെ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞു. ശരി, അതുപോലെ തന്നെ നമുക്ക് ആരെയും കണ്ടുപിടിക്കാം? A ഡയമെൻഷൻ കണ്ടുപിടിക്കാം. നമുക്ക് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. നോക്കടാ, ഇവിടെയാണെങ്കിൽ AT² എന്നാണ് അതിൻ്റെ ഡയമെൻഷൻ. അതിൻ്റെ ടോട്ടൽ ഡയമെൻഷൻ എന്തായിട്ട് മാറണം? L ആയിട്ട് മാറണം. ശരി, ഇവിടെ L വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ പറയുകയാണ് Aയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? L ആണ്. സോ L ഞാൻ കൊടുത്തു. ഇനി T² കിടപ്പുണ്ട്. T² വേണോ? എനിക്ക് വേണ്ട, L മാത്രം മതി. ഈ T² വേണ്ട. അപ്പോൾ T² എന്ത് ചെയ്യണം? T² എനിക്ക് കളയണം. സോ T⁻²2 കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? T² കളഞ്ഞു. നോക്ക്, എയുടെ ഡയമെൻഷൻ ഇതാണെന്ന് കരുതിക്കൂ. എയുടെ ഡയമെൻഷൻ എന്താണ്? LT⁻² ആണെന്ന് കരുതിക്കൂ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കേ. എയുടെ ഡയമെൻഷൻ ഇൻറ്റു T² ഡയമെൻഷൻ. എയുടെ ഡയമെൻഷൻ എന്താണ്? LT⁻². അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാണ് T² ഡയമെൻഷൻ. നോക്കടാ, ടീം പോയില്ലേടാ മക്കളെ? -2 + 2 പോയില്ലേ? അതങ്ങ് പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? L മാത്രമേ ഉള്ളൂ. സോ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കണക്ക് ചെയ്യണം. ഇങ്ങനെ പറയും AT² ഡയമെൻഷൻ AT²
ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താണ് മക്കളെ? എൽ ആണെന്ന് പറയും. സോ എയുടെ ഡയമെൻഷൻ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? എൽ ആണെന്ന് പറയും. സോ എയുടെ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -2 എന്ന് നിങ്ങൾ പറയും. ഇത് ഇവിടെ കൊണ്ടുവരുമ്പോൾ -2 ആയിട്ട് മാറും. മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ശരി, ഇത് മാത്രമേ ഉള്ളൂ കോൺസെപ്റ്റ്? അല്ല, ഇത് മാത്രമല്ല. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇത് മാത്രമല്ല പറയണത്, ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയണേ? നമുക്കറിയാം ട്രിഗണോമെട്രിക്കൽ ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ റേഷ്യോസ് ഉണ്ട്. ഇതൊക്കെയാണ് സൈൻ, കോസ്, ടാൻ തുടങ്ങിയ ട്രിഗണോമെട്രിക്കൽ ടേംസിൻ്റെ അകത്ത് എന്താ വരുന്നേ? ആംഗിൾ ആണ് വരുന്നത്. അതുകൊണ്ട് ട്രിഗണോമെട്രിക്കൽ ടേംസ് എന്തില്ല? ഡയമെൻഷൻ ലെസ് ആണ്. ഡയമെൻഷൻ ലെസ് ആണ്. ഡയമെൻഷൻ ഉണ്ടോ മക്കളെ? അവയ്ക്ക് ഡയമെൻഷൻ ഇല്ല. സോ സൈൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഡയമെൻഷൻ ഇല്ല. കാരണം അതിൻ്റെ അകത്ത് ആംഗിൾ ആയിരിക്കണം വരുന്നത്. മസ്റ്റ് ബി ആൻ ആംഗിൾ. ആംഗിൾ അല്ലെങ്കിലോ അങ്ങനെ ഇക്വേഷൻ ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ എഫ് എന്ന് പറഞ്ഞു. ഇത് ശരിയായ ഇക്വേഷൻ ആണോ? അല്ല. എഫ് എന്ന് പറയുന്നത് എന്താണ്? സൈനകത്ത് ഡയമെൻഷൻ ഇല്ലാത്തൊരു ടേമാണ് കിടക്കേണ്ടത്. ആക്ച്വലി ഇവിടെയാണെങ്കിൽ ഡയമെൻഷൻ ഉള്ള ടേം കിടക്കുന്നു. സോ ഇക്വേഷൻ എന്താണ് മക്കളെ? തെറ്റാണ്. കാരണം എന്താണ്? ഇതിനകത്ത് ആംഗിൾ ആയിരിക്കണം കിടക്കേണ്ടത്. ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടാകുവാൻ പാടില്ല. സോ ഇവിടെ ഡയമെൻഷൻ ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. ഇത് ശരിയാണോടാ? എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ്. സോ കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ശരിയാണോ? നിങ്ങൾ പറയും സാർ ഡിസ്പ്ലേസ്മെന്റ് അതിന് ഡയമെൻഷൻ ഉണ്ടോ സാർ? അതിന് ഡയമെൻഷൻ ഉണ്ട്. പക്ഷേ കേക്ക് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, അതിന് എന്തുണ്ട് മക്കളെ? ഡയമെൻഷൻ ഉണ്ട്. സോ ഇതിന് ഡയമെൻഷൻ ആണെങ്കിൽ എൽ ആണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷൻ നോക്കടാ, എക്സിൻ്റെ ഡയമെൻഷൻ എൽ ആണെങ്കിൽ ഞാൻ പറയുകയാണ് കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? അത് എൽ റേസ് ടു -1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ടേം എന്ത് ചെയ്യത്തുള്ളൂ? ക്യാൻസൽ ആയി പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ സൈനകത്ത് എന്തില്ല? ഡയമെൻഷൻ ഉള്ള ആൾക്കാരില്ല. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ശരിയാകും. സോ കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? എൽ റേസ് ടു -1 ആയിരിക്കണം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ആയി പോകും. ഇതിനകത്ത് ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കും കിടക്കുന്നത്. ശരിയല്ലേ? എൽ റേസ് ടു -1 പറഞ്ഞാൽ എന്താണ്? 1/L എന്നർത്ഥം. എൽ റേസ് ടു -1 മീനിങ് എന്താണ്? 1/L എന്നാണ്. സോ എൽ ഇൻറ്റു 1/L എത്ര കിട്ടും മക്കളെ? 1 കിട്ടും. ഡയമെൻഷൻ ഇല്ലാത്ത ടേം ആയിട്ട് മാറിപ്പോവും. മനസ്സിലായോ? ഡയമെൻഷൻ ഇല്ലാത്ത ടേം ആയിട്ട് മാറിപ്പോവും. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? സോ ഈ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഈ ഇക്വേഷൻ റോങ് ആണ്. കാര്യം എഫിന് ഡയമെൻഷൻ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഒരു കോൺസ്റ്റന്റ് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ കൂടെ ആൽഫ എന്നൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ ശരിയാണോ? ശരിയാകും. എങ്ങനെയാണെങ്കിൽ ഇത് എം എൽ ടി റേസ് ടു -2 ആണ്. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ ഇവന് കഴിയണം. ശരിയാണോ? ഇതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? എമ്മിനെ ക്യാൻസൽ ചെയ്യണം, എല്ലിനെ ക്യാൻസൽ ചെയ്യണം, ടിയെ ക്യാൻസൽ ചെയ്യണം. അങ്ങനെയെങ്കിൽ കേട്ടോ, എമ്മിനെ ക്യാൻസൽ ചെയ്തു, എല്ലിനെ ക്യാൻസൽ ചെയ്തു, ടിയെയും ക്യാൻസൽ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എന്താണ്? അങ്ങനെയെങ്കിൽ മാത്രം ശരിയായിരിക്കും. മനസ്സിലായോ? അല്ലാത്ത പക്ഷം ഈ ഇക്വേഷൻ തെറ്റായി പോകും. ഈ കാര്യം മനസ്സിലായോ? സോ സൈനകത്തുള്ള ടേംസിന് ഡയമെൻഷൻ ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ ഈ ഇത് പറഞ്ഞേ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് സി. സോ കെ എക്സിന് എന്തുണ്ടാവാൻ പാടില്ല? ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. കെ എക്സിന് ഡയമെൻഷൻ ഉണ്ടാകുവാൻ പാടില്ല. സിക്ക് ഡയമെൻഷൻ ഉണ്ടാകുവാൻ പാടില്ല. സോ ടേംസിന് എന്തുണ്ടാവാൻ പാടില്ല? നോ ഡയമെൻഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിന് നമുക്കറിയാം എന്തുണ്ട് മക്കളെ? എക്സിനാണെങ്കിൽ ഡയമെൻഷൻ ഉണ്ട്, എൽ ആണ് അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയണ്ടേ? എത്രയായിരിക്കും? എൽ റേസ് ടു -1 വരണം. സിക്ക് എന്തില്ല? നോ ഡയമെൻഷൻ. സിക്ക് ഡയമെൻഷൻ ഇല്ല. ഈ കാര്യം മനസ്സിലായോ? സോ നമ്മളൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എല്ലാണ്, ഇത് ആംപ്ലിറ്റ്യൂഡാണ്, അതിൻ്റെ ഡയമെൻഷൻ എല്ലാണ്. ഈ ഫുൾ ടേമിന് എന്തില്ല മക്കളെ? ഡയമെൻഷൻ ഇല്ല. ഉണ്ടോ? ഇതിന് ഡയമെൻഷൻ ഇല്ല, ഈ ടേം ഡയമെൻഷൻ ഇല്ല, സൈനകത്ത് എഴുതിയിരിക്കുന്ന ടേംസിന് ഡയമെൻഷൻ ഇല്ല, ഈ ഫുൾ ഭാഗത്തിന് എന്തില്ല? നോ ഡയമെൻഷൻ. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി. ഇനി സൈനും കോസും ടാനും മാത്രമല്ല, ട്രിഗണോമെട്രിക്കൽ റേഷ്യോയ്ക്ക് മാത്രമല്ല, എക്സ്പൊണൻറ്റുകൾ ഇ റേസ് ടു എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്താ വരേണ്ടത്? നമ്പറാണ് വരേണ്ടത്.
ഈ എക്സ്പോണൻറ്റിൻ്റെ അകത്ത് ആരാണ് വരേണ്ടത്, അതിൻ്റെ മുകളിൽ ആരാണ് പവറായിട്ട് വരേണ്ടത്, നമ്പർ ആയിരിക്കണം. നമ്പർ എന്തുണ്ടാവാൻ പാടില്ല, നോ ഡയമെൻഷൻ. നമ്പറിന് ഡയമെൻഷൻ ഉണ്ടാകുവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇ റേസ് ടു എന്താണ് എം ആൽഫ, ഇ റേസ് ടു എം ആൽഫ. എം മാസമാണ്. അപ്പോൾ ആൽഫയുടെ ഭാഗത്ത് എന്തായിരിക്കും വേണ്ടത്, ഇതിന് ഫുള്ളിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ ഫുൾ ടേമിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടോ, ഈ റേസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള പവറിന് നോ ഡയമെൻഷൻ. ഇതിൻ്റെ മുകളിൽ ഡയമെൻഷൻ ഉണ്ടാവാൻ പാടുണ്ടോ, ഇല്ല, നോ ഡയമെൻഷൻ. പക്ഷേ എമ്മിന് ഡയമെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ആൽഫ എന്ത് ചെയ്യണം, ആ ഡയമെൻഷനെ ക്യാൻസൽ ചെയ്ത് കളയണം. എത്രയായിരിക്കണം, എം റേസ് ടു -1 ആയിരിക്കും ആൽഫയുടെ ഡയമെൻഷൻ. മനസ്സിലായോ മക്കളെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? ശരി. അതുപോലെ ലോഗ്, അടുത്തയാണ് ലോഗ്. ലോഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ആരാ കിടക്കേണ്ടത്, ലോഗ് എക്സ് പ്ലസ് വൈ. ഈ എക്സും വൈ എന്താണ്, നോ ഡയമെൻഷൻ. ലോഗിനകത്തുള്ള ടേംസിന് ഡയമെൻഷൻ ഉണ്ടാകുവാൻ പാടില്ല. ഓക്കെ ആണോ? ലോഗിനകത്തുള്ള ടേംസിന് ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. എക്സ്പോണന്റിന്റെ പവർ ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ട്രിഗണോമെട്രിക്കൽ റേഷ്യോക്ക് ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെയാണെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇത്രയും കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഒരു ഇക്വേഷൻ ശരിയാണ് നോക്കാനായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് കാര്യം എന്താണ്, ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ടേംസിനെല്ലാം സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അവിടെ മാറ്റി എഴുതാം. ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ ടേംസിനെല്ലാം സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ഫസ്റ്റ് കാര്യമാണ്. ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണ്, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ്. ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ എന്താണ് മക്കളെ, ഇതിൻ്റെ എല്ലാം സെയിം ഡയമെൻഷൻ. ഇതിൻ്റെ ഡയമെൻഷനും ഇതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം ഡയമെൻഷൻ. അടുത്ത കാര്യം എന്താണ് പറഞ്ഞേ, അടുത്തത് ട്രിഗണോമെട്രിക്കൽ റേഷ്യോ സൈൻ, കോസ്, ടാൻ അങ്ങനെയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോയ്ക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. റേഷ്യോയ്ക്ക് ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല. വൈ വിച്ച് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് സി. ഇവിടെ ആർക്കൊക്കെ ഡയമെൻഷൻ ഇല്ല, ഈ 2 ടേംസിന് ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ. ഈ ഫുൾ ടേമിനും ഡയമെൻഷൻ ഉണ്ടോ, ഈ ഫുൾ ടേമിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ. ഓക്കെ ആണോ? ശരി. അടുത്തത് സൈൻ അത് പറഞ്ഞു. അടുത്തതാണെങ്കിൽ എക്സ്പോണന്റിന്റെ പവർ എന്താണ്, നോ ഡയമെൻഷൻ. എക്സ്പോണൻസിന്റെ പവറിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സ്പോണന്റിന്റെ പവറിന് ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ. ലോഗിനകത്തുള്ള ടേംസിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല, നോ ഡയമെൻഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഈ 4 കാര്യങ്ങൾ വെച്ചാണ് നമ്മളൊരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യാമല്ലോ. ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് മക്കളെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആണ് വി വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി ഡിവൈഡ് ബൈ സി മൈനസ് ടി സ്ക്വയർ. അതിനകത്ത് വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, അതുപോലെ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ബി സി. എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണം മക്കളെ, ഇവിടെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി സി മൈനസ് ടി സ്ക്വയർ. ഈ മൈനസ് സൈൻ കണ്ടു കഴിഞ്ഞാൽ, ഇത്രയും ഭാഗത്തിലാണെങ്കിൽ ഈ മൈനസ് സൈൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താണ്, ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താണോ അതായിരിക്കും സിയുടെ ഡയമെൻഷനും. കണ്ടോ, അതുകൊണ്ടാണ് മൈനസ് ചെയ്തിരിക്കുന്നത്. സബ്ട്രാക്ട് ചെയ്യാൻ കാരണം എന്താണ്, ഈ 2 ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ എനിക്കറിയാം ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ, എനിക്കറിയാം എന്താണ്, ടി സ്ക്വയർ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അത് സെയിം ഡയമെൻഷൻ ആയിരിക്കും എന്ന് പറയുന്നത്. സിയുടെ ഡയമെൻഷൻ എന്താണ്, ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്, ടി സ്ക്വയർ ആണ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണോ? സോ എനിക്ക് ഈ ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ 5 മാങ്ങ ഉണ്ടായിരുന്നു. 5 മാങ്ങയിൽ നിന്നും 2 മാങ്ങ സബ്ട്രാക്ട് ചെയ്തു.
അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 3 മാങ്ങ കിട്ടും. സോ ഇതിൻ്റെ ഡയമെൻഷൻ മൈനസ് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഡയമെൻഷൻ ആയിരിക്കും. മാങ്ങ തന്നെയായിരിക്കും കിട്ടുന്നത്. 5 മാങ്ങയിൽ നിന്ന് 3 മാങ്ങ കുറച്ചാൽ 2 മാങ്ങയാണ് കിട്ടുന്നത്. അപ്പോൾ സെയിം സാധനം തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇതേ മൈനസ് ഇത് ചെയ്ത് എന്തായിരിക്കും? ഇതിൻ്റെ എൻറ്റയർ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും മക്കളെ? t² തന്നെയായിരിക്കും. നോക്കുക, ഇതിൻ്റെ ഡയമെൻഷൻ സെയിം ഡയമെൻഷൻ ആയിരിക്കും ഈ എൻറ്റയർ ടേമിൻ്റെ ഡയമെൻഷൻ, അല്ലെങ്കിൽ ഈ സെക്ഷൻ്റെ ഡയമെൻഷൻ. മനസ്സിലാവുന്നുണ്ടോ? 5 മാങ്ങയിൽ നിന്നും 2 മാങ്ങ കുറച്ച് കഴിഞ്ഞാൽ 3 മാങ്ങയാണ് കിട്ടുന്നത്. അതായത് ഇതും മാങ്ങ തന്നെയാണ്, ഇത് മാങ്ങയാണ്, ഇത് മാങ്ങയാണ്, ഇതും മാങ്ങയായിരിക്കും. സോ ഇതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞേ, ഇത്രയും ഭാഗം ഡയമെൻഷൻ പറഞ്ഞേ, ഇത്രയും ഭാഗം ഡയമെൻഷൻ t² ആയിരിക്കും. ഇത്രയും മനസ്സിലായോ? സോ എനിക്ക് മനസ്സിലായി BT ഡിവൈഡ് ബൈ t² എന്ന് പറയാം. നോക്കടാ, അടുത്തത് BT ഡിവൈഡ് ബൈ t². ഉണ്ടോ? BT ഡിവൈഡ് ബൈ t² ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇക്കാര്യം മനസ്സിലായോ? ഇതിന് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഒരു ടിയും ടി എന്ത് ചെയ്യും മക്കളെ? ക്യാൻസൽ ആയി പോകും. സോ ടിയും ടിയും ക്യാൻസൽ ആയി പോയി, ടിയും ക്യാൻസൽ ആയി കളയാം. ഇവിടുത്തെ ടിയും ക്യാൻസൽ ആയി പോയി. സോ നമുക്ക് B ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടി. B ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡയമെൻഷൻ ആണ്. സോ വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? B ഡയമെൻഷൻ ഓഫ് B ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡയമെൻഷൻ. വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? LT⁻⁻1 എന്നാണ്. ശരിയാണോ? ആക്ച്വലി ഇങ്ങനെ പറയാം, LT⁻⁻1 ടി എന്നാണ്. സോ ഈ ടിയും ടിയും മക്കളെ ക്യാൻസൽ ആയി പോയി. സോ ബിയുടെ ഡയമെൻഷൻ എന്താണ്? L ആണ്. സോ ബിയുടെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് B എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു L ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. അടുത്തത് എയുടെ ഡയമെൻഷൻ വേണം. നോക്കൂ, വെലോസിറ്റി ഡയമെൻഷൻ എന്താണോ അതേ ഡയമെൻഷൻ ആയിരിക്കും ഇതിനും, അതിൻ്റെ സെയിം ഡയമെൻഷൻ ആണ് ഇതിനും. സോ എല്ലാത്തിനും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. സോ എ ഡയമെൻഷൻ എന്താണ്? എ ഡയമെൻഷൻ വെലോസിറ്റിയുടെ സെയിം ഡയമെൻഷൻ ആണ്. ബിയുടെ ഡയമെൻഷൻ L ആണ്. ബിയുടെ ഡയമെൻഷൻ L ആണ്. അതുപോലെ സിയുടെ ഡയമെൻഷൻ എന്താ കിട്ടിയത് നമുക്ക്? സിയുടെ ഡയമെൻഷൻ എന്താ കിട്ടിയേ? t² ആണ്. t². എല്ലാം കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Y which is equal to A sin omega t minus kx find the dimension of k. സോ ഇനി കണ്ടാൽ മനസ്സിലായി, ഇത് സൈൻ അകത്തുള്ള ടേംസിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. സൈൻ അകത്തുള്ള ടേംസിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ഞാൻ പറയും ഇതിന് ഡയമെൻഷൻ ഇല്ല, ഇതിന് ഡയമെൻഷൻ ഇല്ല. സോ എനിക്ക് ഇത്രയും ഭാഗം മാത്രം എടുത്താൽ മതി എനിക്ക് കെയിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? സോ ഞാൻ പറയും കെയിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? അതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഡയമെൻഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ 1 എന്ന് പറയണം. ശരിയാണോ? സോ കെയിൻ്റെ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എക്സിൻ്റെ ഡയമെൻഷൻ. എക്സിൻ്റെ ഡയമെൻഷൻ എത്ര? L ആണ്. സോ L⁻⁻1. ശരിയാണോ മക്കളെ? L⁻⁻1 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ. അല്ലെങ്കിൽ ഇവിടുന്ന് പറയാം ഇതിന് ഡയമെൻഷൻ, ഫുൾ ടേമിന് ഡയമെൻഷൻ ഇല്ല. സോ എക്സിന് ഡയമെൻഷൻ ഉണ്ട്, L ആണ്. അങ്ങനെ ഇത് ക്യാൻസൽ ചെയ്ത് കളയണം. എത്രയായിരിക്കും? L⁻⁻1. സോ ആൻസർ എത്രയാണ്? L⁻⁻1. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. അടുത്ത നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ. P പ്രഷറാണ് വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ e⁻⁻ സോ എനിക്കറിയാം ഈ കണ്ട ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ ടേമിൽ എന്തുണ്ടാവാൻ പാടില്ല? നോ ഡയമെൻഷൻ. ടി എന്ന് പറഞ്ഞാൽ ടൈമാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫുൾ ടേമിൽ എന്തുണ്ടാവാൻ പാടില്ല? നോ ഡയമെൻഷൻ. ഇതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആൽഫയുടെയും ബീറ്റയും ഡയമെൻഷൻ കണ്ടുപിടിക്കണം കേട്ടോ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയുടെയും ബീറ്റയുടെയും ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ എനിക്കറിയാം ഈ ഫുൾ ടേമിന് എന്തില്ല? നോ ഡയമെൻഷൻ. കാര്യം എക്സ്പൊണന്റിന്റെ പവറിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല, എനിക്കറിയാവുന്ന കാര്യമാണ്. സോ അങ്ങനെയെങ്കിൽ ഞാൻ പറയും ബീറ്റ അതിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു t² വിച്ച് ഈസ് ഈക്വൽ ടു, അതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും t⁻⁻2 എന്ന് കിട്ടും. സോ ബീറ്റയുടെ ഡയമെൻഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ആരെ കണ്ടുപിടിച്ചാൽ മതി? ആൽഫ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. സോ പ്രഷറിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അതായിരിക്കും ഇതിൻ്റെ ഡയമെൻഷൻ, അതായിരിക്കും അപ്പുറത്തെ പ്രഷർ ഡയമെൻഷൻ എത്രയാണോ അതായിരിക്കും ഇവിടുത്തെ ഡയമെൻഷൻ. ഇതിന് ഡയമെൻഷൻ ഉണ്ടോ? നോ ഡയമെൻഷൻ. ഈ ടേമിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ ആണോ? സോ പ്രഷർ ഡയമെൻഷൻ എത്രയാണോ അതായിരിക്കും ഈ എൻ്റയർ ടേമിന് ഡയമെൻഷൻ. ഇതിൽ ഈ ഭാഗം ഡയമെൻഷൻ ഇല്ല, ഇവിടെ മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. സോ ആൽഫ ബൈ ബീറ്റ ഡയമെൻഷൻ എന്താണ്? ആൽഫ ബൈ ബീറ്റ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് പ്രഷറാണ്. സോ ആൽഫയുടെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് ഓൾറെഡി ബീറ്റ ഡയമെൻഷൻ അറിയാം. എത്രയാണ്? T⁻² ആണ് ബീറ്റ ഡയമെൻഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷണൽ ഡയമെൻഷൻ M L⁻⁻1 T⁻². നമുക്ക് ആ ഡയമെൻഷൻ അറിയാം, നമുക്ക് പ്രഷർ ഡയമെൻഷനും അറിയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആൽഫ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ആൽഫ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇതെവിടെ കൊണ്ടുപോകും? നമുക്ക് കിട്ടും M L⁻⁻1 T⁻⁻4. കിട്ടത്തില്ലേ മക്കളെ? സിമ്പിളായിട്ട് നമുക്ക് ബീറ്റേഴ്സ് ആൽഫയുടെ ഡയമെൻഷനും കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? സിമ്പിളാണ്. സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? P+A/V². P പ്രഷറാണ്. P എന്താണ്? പ്രഷർ. P പ്രഷറാണ്. V എന്ന് പറഞ്ഞാൽ വോളിയമാണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണോ? ദെൻ ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് A/B. A/Bയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാകും. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കടാ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/V² ഡയമെൻഷൻ. A/V² ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? പ്രഷറിന് ഡയമെൻഷൻ ഈക്വൽ ആണ്. ഡയമെൻഷൻ ഓഫ് പ്രഷറിന് ഈക്വൽ ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ. സോ എയുടെ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇതിന് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. നോക്കടാ, ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെ പറയുന്നതിന് പകരം എനിക്ക് എയുടെ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞുകൂടെ, പ്രഷറിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു V² ഡയമെൻഷൻ, വോളിയത്തിൻ്റെ സ്ക്വയർ ഡയമെൻഷൻ. ഇങ്ങനെ പറഞ്ഞുകൂടെ മക്കളെ? ഇങ്ങനെ പറയാം. സോ എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ഡയമെൻഷൻ ഇൻറ്റു V² ഡയമെൻഷൻ. ശരി, അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേ, അങ്ങനെയെങ്കിൽ ബി ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? വോളിയത്തിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. ഓക്കെ ആണോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? A/Bയുടെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ A/B വിച്ച് ഈസ് ഈക്വൽ ടു എയുടെ ഡയമെൻഷൻ എന്താണ്? പ്രഷർ ഇൻറ്റു V². സോ പ്രഷർ ഇൻറ്റു V² ഡിവൈഡ് ബൈ ഇവിടെ ബി ഉണ്ട്. ബി ഡയമെൻഷൻ എന്താണ്? V ആണ്. മക്കളെ, ഇവിടുത്തെ ഒരു വിയും ഇവിടുത്തെ ഒരു വിയും ക്യാൻസൽ ആയിപ്പോയി. സോ കിട്ടി P ഇൻറ്റു V. എന്ത് കിട്ടി? P ഇൻറ്റു V. എന്താ P ഇൻറ്റു V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ വർക്കാണ്. PV എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്. പഠിച്ചിട്ടുണ്ടോ? പ്രഷർ ഇൻറ്റു വോളിയം തെർമോഡൈനാമിക്സ് പഠിക്കുന്നതാണ്. PV എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്. പ്രഷർ ഇൻറ്റു വോളിയം PV വിച്ച് ഈസ് ഈക്വൽ ടു nRT. PV എന്താ മക്കളെ? വർക്കാണ്. പ്രഷർ ഇൻറ്റു വോളിയം വർക്കാണ്. PV ഗ്രാഫ് അടിയിൽ ഏരിയ വർക്കാണ്, പഠിച്ചതാണ്. സോ PV എന്താണ് മക്കളെ? വർക്കാണ്. അങ്ങനെ വർക്കിൻ്റെ യൂണിറ്റ് ചോദിച്ചിരിക്കുന്നത് A/B എന്ന് പറയുന്നത് എന്താണ്? വർക്കാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ ആണോ? ശരി.